Dear friends, welcome to another episode of English Easy English. Today we are going to learn how to use seem. Seem എന്ന് വെച്ച് കഴിഞ്ഞാൽ തോന്നുക, തോന്നുന്നു എന്നാണ് എൻ്റെ മീനിങ്. ഇതൊരു സാധാരണ വെർബാണ്. പക്ഷേ ഇതുപയോഗിച്ച് ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. അത് അറിഞ്ഞിരിക്കുന്നത് സംസാരിക്കാൻ വളരെ നല്ലതാണ്. ഓക്കെ, നമുക്ക് അതിലേക്ക് പോകാം. പലപ്പോഴും ഈ സീം എന്നുള്ള വാക്കിന് പകരം നമ്മൾ തിങ്ക്, വിചാരിക്കുക എന്നുള്ള വാക്ക് കയറ്റി വരും. അത് വേണ്ട. ഇനി നമുക്ക് തോന്നുക എന്നുള്ള വാക്ക്, ഈ വാക്ക് കൃത്യമായിട്ട് പഠിച്ചിട്ട് അത് തന്നെ ഉപയോഗിക്കാം. ഇത് സംസാരത്തിന് വളരെ നല്ലതാണ്. ഓക്കെ, ഇറ്റ് സീംസ് ടു റൈൻ ടുഡേ. ഇന്ന് മഴ പെയ്യുമെന്ന് തോന്നുന്നു. നെക്സ്റ്റ്, ഹി സീംസ് ടു കം ടുമാറോ. അവൻ നാളെ വരുമെന്ന് തോന്നുന്നു. ഇത്രയേ ഉള്ളൂ, ഒരു തോന്നലാണ്. ഇതിന്റെ സ്ട്രക്ചർ എന്താണ്? സീം പ്ലസ് 2 പ്ലസ് V1. സീം പ്ലസ് 2 പ്ലസ് V1. 2 കഴിഞ്ഞാൽ സാധാരണ V1 മാത്രമേ വരും. ഓക്കെ, നെക്സ്റ്റ്, ദേ സീം ടു ഗെറ്റ് സാലറി ഹൈക്ക് ദിസ് മന്ത്. ഈ മാസം അവർക്ക് സാലറി ഹൈക്ക് കിട്ടുമെന്ന് തോന്നുന്നു. മനസ്സിലായല്ലോ? ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഹി വന്നുകൊണ്ട് സീംസ് വന്നു, ദേ വന്നാൽ സീം. ഇനി ഇതിന്റെ നെഗറ്റീവ് എങ്ങനെയാന്ന് നോക്കാം. അതിനകത്ത് പ്രശ്നങ്ങളില്ല. ഡു, ഡിഡ്, ഡസ് ഇത് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണോ ഒരു വെർബിന്റെ കൂടെ നെഗറ്റീവ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇവിടെ. ഹി ഡസൻ സീം ടു കം ടുമാറോ. അവൻ നാളെ വരുമെന്ന് തോന്നുന്നില്ല. ഹി വന്നുകൊണ്ട് ഡസൻ. ദേ വന്നാലോ, ദേ ഡോണ്ട് സീം ടു ഗെറ്റ് സാലറി ഹൈക്ക് ദിസ് മന്ത്. മനസ്സിലായല്ലോ? നെക്സ്റ്റ്, ടു റെയിൻ. മഴ പെയ്യുമെന്ന് തോന്നുന്നു. സീം ടു കം, വരുമെന്ന് തോന്നുന്നു. അതേപോലെ സീം ടു ഹാവ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഉണ്ടെന്ന് തോന്നുന്നു. ദേ സീം ടു ഹാവ് ഇനഫ് മണി. അവർക്ക് ആവശ്യത്തിന് സാമ്പത്തികം ഉണ്ടെന്ന് തോന്നുന്നു, അഥവാ പൈസ ഉണ്ടെന്ന് തോന്നുന്നു. നെക്സ്റ്റ്, ഹി സീംസ് ടു ഹാവ് ഇനഫ് നോളജ് ടു റിപ്പയർ ബൈക്ക്, കാർ, കമ്പ്യൂട്ടർ എക്സെട്ര. അവിടെ എന്തുകൊണ്ടാവാം? അപ്പൊ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറയാനായിട്ട് സീം ടു ഹാവ്. ദേ വന്നാൽ സീം, ഈ വന്നാൽ സീംസ്. അത് ശ്രദ്ധിക്കുക. ഇതാണ് ഇതിന്റെ പ്രയോഗം. ഇനി ഒന്നുകൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് യൂസേജ് സീം പ്ലസ് ടു ഹാവ് പ്ലസ് V3. ഒരു കാര്യം ചെയ്തതാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ സംഭവിച്ചാണെന്ന് തോന്നുന്നു എന്ന് പറയാനാണ് ഈ പ്രയോഗം നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ആ സെൻസിലേക്ക് പോകാം. ഓക്കെ, ബൾബ് സീംസ് ടു ഹാവ് ഫ്യൂസ്. ബൾബ് ഫ്യൂസ് ആയതാണെന്ന് തോന്നുന്നു. ലൈറ്റ് പോയി. നെക്സ്റ്റ്, ബാക്ക് ടയർ സീംസ് ടു ഹാവ് പങ്ക്ചർ. ബാക്ക് ടയർ പഞ്ചർ ആയതാണെന്ന് തോന്നുന്നു, കാരണം വണ്ടി ഒരു സൈഡ് കൊണ്ട് താന്നു. നെക്സ്റ്റ്, ബെറ്റർ എക്സ്പീരിയൻസസ് സീം ടു ഹാവ് മേഡ് ഹിം സ്ട്രോങ്ങർ. എക്സ്പീരിയൻസസ് അവനെ സ്ട്രോങ്ങർ ആക്കിയതാണെന്ന് തോന്നുന്നു. ഇനി ഈ സ്ട്രക്ചർ ഒന്നുകൂടെ പറയാം. സീം പ്ലസ് ടു ഹാവ് പ്ലസ് V3. ഹാവ് കഴിഞ്ഞാൽ എപ്പോഴും V3 വരും. ഈ പ്രയോഗങ്ങളെല്ലാം തന്നെ ഒന്ന് സംഭവിച്ചാണെന്ന് തോന്നുന്നു എന്ന് പറയാനാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, സീം. സീം തോന്നുക. അപ്പൊ സീംഡ് ആണെങ്കിൽ തോന്നിച്ചു. രണ്ട് സെൻസുകൾ നോക്കാം. ദ പ്ലാൻ സീംഡ് സിമ്പിൾ. പ്ലാൻ സിമ്പിൾ ആണെന്ന് തോന്നിച്ചു. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അത് ശരിയല്ല. ഓക്കെ, നെക്സ്റ്റ്, ആഫ്റ്റർ ദ മാച്ച് ഷീ സീം ടയർഡ്. ആ മാച്ചിന് ശേഷം അവൾ ടയർഡാണെന്ന് തോന്നിച്ചു. ഇതാണ് എന്റെ പ്രയോഗം. സീം ഉപയോഗിക്കപ്പോൾ പഠിച്ചല്ലോ. ഓക്കെ, ഇഫ് യു ലൈക്ക് ദിസ്, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. This is Srikumar signing off until meet again.